ഹായ്. അമ്മ എന്നോട് രാവിലെ മുതൽ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ, പച്ചക്കറിയൊക്കെ തോനെ രാവിലെ അമ്മ പറഞ്ഞെങ്കിൽ എനിക്കത് രാത്രിയിലാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അരി ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാനിട്ടായിരുന്നു. പിന്നെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അരി വേവിച്ച് മാറ്റി വെച്ച്, പിന്നെ നെയ്യ് ഒഴിച്ച പാത്രത്തിനകത്തോട്ട് ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, ബീൻസ്, തക്കാളി എല്ലാം കൂടെ അരിഞ്ഞ് ഉപ്പും ഇട്ട് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വേവിച്ച് വെച്ച റൈസും അതിനെ തട്ടിയിട്ട് ഒന്ന് ചിക്കി തോത്തിയിട്ട് തത്തിപ്പൊത്തി അടച്ചു വെച്ചേ. എനിക്ക് റൈസിനകത്ത് ഇങ്ങനെ മുട്ടയിട്ട് ചിക്കി തോന്നുന്നത് ഇഷ്ടമല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് മുട്ടയിൽ കുറച്ച് സവാളയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഓംപ്ലേറ്റ് അടിച്ച് മാറ്റി വെച്ചേ. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് 2 ഗ്രാമ്പു, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കടുകും ഇട്ടിട്ട് സവാള കൊത്തിപ്പൊടിച്ചതും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി അതിനകത്തൊരു ബേ ലീഫിൻ്റെ ഇലയും കൂടി ഇടണേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് തക്കാളി സോസൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. തിളച്ച് വരുമ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് അടിച്ച് വെച്ചേക്കുന്ന മുട്ട അരിഞ്ഞരിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ട് പിന്നെ കുറച്ച് കരിയാപ്പിലയോ മല്ലിയിലയൊക്കെ ഇട്ടിട്ട് എടുക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണേ. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എല്ലാവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ലതാണ്. പിന്നെ എല്ലാവരും കൂടെ ഫ്രൈഡ് റൈസ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.